PK സിംപ്ലി നാടനിലെ ഒരു കർക്കിടകത്തിന് കഴിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ഞാൻ ചെയ്യണത്. അതിലേക്ക് റാഗിയും അരിയും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അര കപ്പ് രണ്ട് അങ്ങനെ ഒരു ഗ്ലാസ് ഉണ്ട്. അതുപോലെ ഉലുവയും ഇത് കുതിർത്ത് വെച്ചതാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിന് ഉലുവ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഉലുവ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ അത് ഉലുവയുടെ കയ്പ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് റാഗിയും കുറച്ച് അരിയും കൂടെ ചേർത്ത് ഇട്ടതാണ്. അപ്പോൾ നല്ല റാഗി നല്ല ഹെൽത്തി അല്ലേ. ഇത് നല്ലോണം ഒന്ന് നമുക്ക് അരച്ചിട്ട് വരാം. ഇതിൻ്റെ കൂടെ ഞാനിവിടെ കരിപ്പെട്ടി കുറച്ച് പാകെടുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് അരിച്ചെടുക്കണം. അരി ഉലുവയും കൂടെ അരച്ചതിന് ശേഷം ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. ഇതും കൂടെ ചേർത്ത് നമുക്കിത് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് അരച്ചിട്ട് വരാം. നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ട് വരാം. ഇത് കട്ടകളൊന്നും കെട്ടാതെ നല്ല ഒന്ന് വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കണം. ഇത് ഉലുവയും റാഗി ആയതുകൊണ്ട് അത് നല്ല പേസ്റ്റ് പോലെ നല്ല പിടിച്ചിരിക്കണം. അപ്പോൾ അത് നല്ല ഒന്ന് കലങ്ങാനായിട്ട് നല്ലോണം നമ്മൾ വിസ്ക് വെച്ച് നല്ല ഒന്ന് കലക്കി വിടാം. ഇത് അടുപ്പത്ത് വെച്ച് നല്ല ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്യുമ്പോൾ അടിയിൽ കട്ട കെട്ടാണ്ട് നല്ല സ്മൂത്തായിട്ടത് നമുക്ക് വറ്റി കിട്ടും. ഇത് കുറച്ച് വെള്ളം ഞാനതിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് കുറുകി വരുമ്പോഴത്തേക്ക് ഇന്നും അതിൻ്റെ വെള്ളം കുറയും. കുറച്ചുകൂടെ നമുക്ക് കുടിക്കേണ്ട അളവിന്. ഇതിപ്പോൾ നമ്മൾ കാച്ചി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അത് കട്ടിയാവും. അതുകൊണ്ട് ഒരു കുറിപ്പിട്ട ഒരു അളവിന് നമ്മൾ വെള്ളം ഒഴിക്കണം. അതിൻ്റെ സ്വീറ്റ് ആവശ്യമാണെങ്കിൽ കുറച്ച് കരിപ്പെട്ടിയോ ശർക്കരയോ എന്താ ഉള്ളത് നമ്മൾ കൂടുതലും കരിപ്പെട്ടി ഇടുന്നതാണ് ഇതിന് നല്ല ടേസ്റ്റ്, ആരോഗ്യത്തിന് നല്ലത് അതാണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഒന്ന് വെന്ത് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അധികം ലിക്വിഡും അല്ല അധികം തിക്കും അല്ലാത്ത രീതിയിൽ നമുക്ക് ഈ അളവിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി ഇത് കഴിക്കാനായിട്ട് എടുക്കാം. ഇത് നല്ലൊരു അലുവ പോലെ ഉണ്ടാവും. ഇത് ലാസ്റ്റ് ഞാനിതിൽ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യില്ലാതെ നമ്മളല്ലാതെ വെറുതെ പാത്രത്തിൽ നമ്മളിത് ഒഴിച്ചിട്ട് നല്ല നോൺ സ്റ്റിക്ക് പാത്രമാകുമ്പോൾ നല്ലോണം വരും. പണ്ടത്തെ കാലത്ത് നോൺ സ്റ്റിക്കൊന്നുമില്ല, സാധാരണ അലുമിനിയത്തിലോ ചട്ടിയിലോ ഒക്കെയാണ് ചെയ്യാറ്. അതും നല്ല സ്മൂത്തായിട്ട് വന്നുള്ളൂ. ഉലുവയൊക്കെ ആയതുകൊണ്ട് അധികം ഒന്നും അടി പിടിക്കില്ല. നമ്മൾ വെള്ളം ഒഴിച്ചല്ലേ ചെയ്യണത്. അപ്പോൾ ഈ രണ്ടെണ്ണവും ഉലുവയും റാഗിയും നമ്മൾ കഴിക്കുന്ന ആരോഗ്യത്തിന് അത്രയും നല്ലതാണ്. അപ്പോൾ കുറച്ച് ഒരു ടേസ്റ്റ് വേണ്ടി ഞാൻ കുറച്ച് അരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹെൽത്തി ഫുഡ് നമ്മൾ വീക്ക്ലി ട്വൈസ് എങ്കിലും നമ്മളത് കഴിച്ചാൽ നല്ലതാണ്. അത് ഈ കർക്കിടക മാസത്തിൽ മഴയും തണുപ്പൊക്കെ ഉള്ള സമയങ്ങളിൽ ബോഡി പെയിൻ അധികമായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ അത്രയും നല്ലതാണ്. പിള്ളേർക്കും കൊടുക്കാം. കുട്ടികൾക്ക് ഇത് നല്ല മധുരം ഉള്ളതുകൊണ്ട് അവർ കഴിച്ചോളും. ഉലുവ കഴിക്കാത്തവർക്കും ഇത് കഴിക്കാൻ എളുപ്പമാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കും. നമുക്ക് ഈ സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ തണുപ്പൊക്കെ കൂടുതലുള്ള സമയങ്ങൾ കർക്കിടക മാസം, പിന്നെ അല്ലാതെ നമുക്ക് ബോഡി പെയിൻ ഉള്ളപ്പോഴോ ഷുഗറിൻ്റെ അളവ് കൂടുതലുള്ളവർക്കോ ഈ രണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫുഡിൽ ചേർക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് കമൻ്റ് അറിയിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു. വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.